ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മണർകാട് പള്ളിയിലെ കുറച്ചധികം വിശേഷങ്ങളാണ്. മണർകാട് പള്ളി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് അവിടുത്തെ ലൈറ്റിംഗ് ആണ്. കാരണം രാത്രിയായാലും അവിടുത്തെ ലൈറ്റ് കാണാൻ വേണ്ടി തന്നെ ഒത്തിരി ആൾക്കാർ പോകാറുണ്ട്. നമുക്ക് തന്നെ അത്ഭുതം തോന്നും. കാരണം വളരെയധികം ദൂരെയുള്ള ആൾക്കാർ പോലും വരാറുണ്ട്. അതിനൊരു റിലീജിയനോ കാസ്റ്റോ അങ്ങനെയൊന്നുമില്ല. കാരണം എല്ലാവരും തന്നെ വന്ന് പങ്കെടുക്കുന്ന ഒരു പെരുന്നാളാണ് ഈ പെരുന്നാളെന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ ഫുഡ് ആൻഡ് പിന്നെ അതുപോലെ തന്നെ ചിന്തിക്കടകളൊന്നും നമുക്ക് വിടാൻ പറ്റത്തില്ല. കാരണം ഇഷ്ടം പോലെ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്ക് തന്നെ ഏത് സെലക്ട് ചെയ്യണമെന്നുള്ളത് നമുക്ക് തീരുമാനിച്ചാലും മതി. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ് നമുക്ക് എല്ലാവരും കാണാനും നമ്മുടെ വീട്ടുകാരെയും നാട്ടുകാരെയും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലീസൊക്കെ ആയിട്ടൊന്ന് ഗെറ്റ് ടുഗദറൊക്കെ പറ്റുന്നത് ഈ ഒരു പെരുന്നാൾ വന്ന് ആഘോഷിക്കുമ്പോഴാണ്. ഈ പെരുന്നാളിന് പോയ സമയത്താണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസൊക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ഫുഡാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ വാങ്ങിക്കാനൊക്കെ തോന്നും. അപ്പം ഞങ്ങൾ പോയ സമയത്ത് അവിടെ നിന്നിരുന്ന ചേട്ടൻ എന്തോ കാര്യത്തിന് വേണ്ടി ഈ കടലിൽ ഇളക്കിക്കൊണ്ടിരുന്ന ചേട്ടനൊന്ന് വെളിയിലേക്ക് പോകേണ്ടി വന്നു. ഒരു 5 മിനിറ്റ് ഈ കടയൊന്ന് നോക്കാവോ എന്ന് ജസ്റ്റ് ഞങ്ങളോടൊന്ന് റിക്വസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഞങ്ങളത് വീഡിയോ ഒക്കെ എടുത്ത് അടിപൊളിയാക്കി കട നോക്കിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ജസ്റ്റ് അവിടെ ഒന്ന് നിന്നാൽ മതിയെന്നേ ഉദ്ദേശിച്ചുള്ളായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ ഫുഡ് അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് തന്നെ ചേട്ടാ കുഴപ്പം, ഞങ്ങൾ എല്ലാം നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ കയറി കുക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെ പോയി കടലയൊക്കെ ഉണ്ടാക്കി പിന്നെ ആൾക്കാർ വരുന്നു, അവരോട് ഉത്തരം പറയുന്നു. അതൊക്കെ ഭയങ്കര കോമഡിയൊക്കെ ആയിരുന്നു. പിന്നീട് ആ ചേട്ടൻ തന്നെ തിരിച്ചു വന്നു, ഒത്തിരി താങ്ക്സ് ഒക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ നിന്ന വകയിൽ തന്നെ ഒത്തിരി പേര് അവിടെ കടയിൽ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണോ എന്ന് തന്നെ എനിക്ക് തോന്നി. കാരണം കുറേ നേരം നിന്നുകൊണ്ടാണെന്നറിയത്തില്ല, പിന്നെ ഫുൾ ആൾക്കാർ അവിടെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ നിന്ന് പാനിപ്പൂരിയും ഐസ്ക്രീമും അതെല്ലാം കഴിച്ചു കേട്ടോ. ഈ പെരുന്നാളെന്ന് പറയുന്നൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. കാരണം സ്നേഹത്തിൻ്റെയും നമുക്കൊരു എന്താ പറയുന്നത്, നമുക്ക് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഫീലാണ് ഈ പെരുന്നാളെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ മണർകാട് പള്ളിയിലെ മാതാവും അതുപോലെ തന്നെ കാവുമ്പടി ക്ഷേത്രത്തിലെ ഭഗവതിയും തമ്മിൽ ചേട്ടൻ അനിയത്തിമാർ ബന്ധമാണ്. അതുകൊണ്ട് അവിടെ വരുന്ന എല്ലാവരും ഈ പള്ളിയിലും വരാറുണ്ട് കേട്ടോ.